കൊച്ചാ പോയി. നീ ഇതെവിടെ പോയതാ? നമ്മുടെ വർക്കിംഗ് ചെയറിന്റെ അടുത്ത് വരെ ഒന്ന് പോയതാണ്. അങ്ങനത്തെ ഇപ്പൊ എങ്ങനെയുണ്ട്? പിടിച്ച് നടക്കും. ഓ, മക്കളല്ലേ വിദേശത്തല്ലേ, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. എന്നിട്ട് ആർക്കെന്ത് ഗുണം? ഒരു മാസത്തെ പലിശ കൊടുക്കാനാണ് ഞാൻ പോയത്. ഈ മാസത്തെ പലിശ താമസിച്ചേനേ കിളവന്റെ ചീത്ത മുഴുവൻ ഞാൻ കേട്ട്. ഇയാൾ എന്താ വിചാരിക്കണേ? ഇനിയും കൊല്ലങ്ങൾ ജീവിക്കുമെന്നോ? എന്റെ പൊന്നു വെച്ചപ്പോ പിശുക്കന് അത്യാഗ്രഹിയാണ് പുള്ളി. സ്വത്തിന്റെ കാര്യത്തിൽ സ്വന്തം മക്കളെ കൂടി പോലും ഉടക്കാണ്. പിന്നെ ഇതാണ് നമ്മളും വിദേശികളും തമ്മിലുള്ള വ്യത്യാസം. അവർ വയസ്സാകുന്നതിന് മുമ്പേ തന്നെ ഇനിയുള്ള ജീവിതം എങ്ങനെ വേണം മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ അവർ അതിനുള്ളൊരു രൂപരേഖ തയ്യാറാണ്. അതൊക്കെയാണ് നമ്മളും കണ്ടുപിടിക്കേണ്ടത്. അതെന്താണെന്നൊന്ന് പറയാമോ ചോപ്പ? അതാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്. സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ്ങാ? അതെന്താണോ ചോപ്പ? അതായത് ഒരാൾ വയസ്സനായെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് സ്വന്തക്കാർക്കോ ബന്ധുക്കൾക്കോ അയൽവക്കംകാർക്കോ കൊടുക്കുന്ന രീതി, ഇതിനാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പിറവി സ്വീഡനിലാണ്. ഓ, അതുകൊണ്ടായിരിക്കുമല്ലേ സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് പേര് വന്നത്? അതെ. അപ്പോൾ ഈ ഡെത്ത് ക്ലീനിങ് വർക്കിച്ചേട്ടനെ പോലുള്ളവർ ചെയ്യേണ്ടതായിരിക്കുമല്ലേ? വർക്കിച്ചേട്ടൻ ഡെത്താവും നല്ലതെ ഡെത്ത് ക്ലീനിങ് നടക്കില്ല എൻ്റെ പൊന്നു മോനെ. ഫാഷൻ മാറുന്നതിന് മുമ്പേ വാങ്ങിക്കൂട്ടുന്ന പുസ്തകങ്ങളെ വയസ്സാം കാലത്ത് ഭാരമാകും. വ്യക്തിയുടെ മരണത്തിന് ശേഷം കുത്തി നിറച്ച അലമാരികളെ മറ്റുള്ളവർക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടേ ചില്ലറയല്ല. ഇതൊക്കെ വല്ല ചാരിറ്റിക്കും കൊടുത്തു പോകും. അത് നല്ല കാര്യമാണ്. പിന്നെ ഈ പാത്രങ്ങൾ, പുസ്തകങ്ങൾ, അലങ്കാര സാധനങ്ങൾ, ഫർണിച്ചറുകൾ, ഇതൊക്കെ സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സാഹചര്യത്തിലാണ് സ്വീഡിഷ് ഡെത്ത് ക്ലീനിങ് നടത്തുന്നത്. കേട്ടിടത്തോളം ഒരു കാര്യം ഞാൻ പറയട്ടെ. ആവശ്യത്തിന് അനാവശ്യത്തിനേ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന മലയാളികൾക്ക് ഇതൊരു പാഠം വരികയുള്ളൂ. അവർ മാതൃകയാക്കേണ്ട കാര്യമാണത്. എൻ്റെ ബേബി, കേരളത്തിൽ ഏകദേശം 10 ലക്ഷത്തിലധികം വീടുകൾ അടഞ്ഞു കിടക്കുക. ആ വീടുകളിലൊക്കെ കിടക്കുന്ന സാധന സാമഗ്രികൾ, അതായത് വില കൂടിയ സാധനങ്ങൾ എന്തേരെ കൂടി പിടിച്ച് നശിക്കുന്നത്. ഒഴിഞ്ഞ കൈകളുമായിട്ട് കൂടൊഴിയുന്നതിന് മുൻപേ സ്നേഹത്തോടെ നടത്തുന്ന സ്വീഡിഷ് ഡെത്ത് ക്ലീനിക്ക് നമുക്കും മാതൃകയാക്കിക്കൂടെ?